ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാർബിൾ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് ബ്രെഡ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മാർബിൾ പുഡിങ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 7 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കളയാം. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്കൊരു മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു ബ്രെഡ് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പാൽ ഞാൻ ആദ്യം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ പോരാഞ്ഞിട്ട് 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പുഡിങ്ങിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 8 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് 10 ഗ്രാമിൻ്റെ പാക്കറ്റായിരിക്കും കിട്ടും. അതിനൊരു 1/4 ഭാഗം മാറ്റി വെച്ചാൽ മതി. അതിലോട്ട് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഇതൊന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മുന്നേ വേണമെങ്കിൽ ഇതൊന്ന് കുതിർത്ത് വെക്കാം. പക്ഷേ അപ്പോൾ ഞാനിവിടെ കുതിർത്തിട്ടൊന്നുമില്ല, ഡയറക്റ്റ് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മെൽറ്റാകാൻ വേണ്ടിയിട്ട് വെക്കുക. അതേസമയം തന്നെ വേറൊരു പാനിൽ അടുപ്പിലോട്ട് വെച്ച് അതിലോട്ട് 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുക. ഏകദേശം 2 കപ്പോളം പാൽ. നമ്മൾ ഒരേ സമയം തന്നെ ചൈന ഗ്രാസും അതേപോലെ പാലും വെക്കണം. അപ്പോൾ രണ്ടിനും ഒരേപോലെ ചൂടുണ്ടായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചൈന ഗ്രാസ് ഇളക്കാൻ വേണ്ടി മറന്നു പോകരുത്. അപ്പോൾ ഇതാ ഞാനിതിവിടെ പാലിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ബട്ടർ സ്കോച്ചിൻ്റെ സോസാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ബട്ടർ സ്കോച്ച് കുറച്ച് കട്ട പോലെ തോന്നുന്നത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തുകൊണ്ടാണ്. അപ്പോൾ കുറച്ച് മുന്നേ എടുത്ത് വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് കുറച്ച് ലൂസായി കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ബട്ടർ സ്കോച്ചിന് പകരം കണ്ടൻസ്ഡ് മിൽക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ രണ്ടായാലും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ ആ ഒരു മിക്സില്ലേ, അത് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ബ്രെഡിൻ്റെ മിക്സ് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരണം. അപ്പോൾ തിളച്ച് വരുന്ന സമയത്ത് ചെറിയൊരു തരിതരി പോലും ഉണ്ടാവും. അത് ബ്രെഡിൻ്റെ ആണ്, അപ്പോൾ അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ ഇത് പിരിഞ്ഞു പോയതാണോന്നൊന്നും വിചാരിക്കരുത്. ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ ഈ പുഡിംഗ് മിക്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മെൽറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഗ്യാസ് ഓൺ ആക്കണ്ട, ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി ഇതൊന്ന് നമുക്കൊന്ന് അരിച്ചെടുക്കണം. കാരണം ചൈന ഗ്രാസിൻ്റെ എത്ര നമ്മൾ മെൽറ്റ് ചെയ്താലും ചെറിയായിട്ടുള്ള തരിതരിപ്പ് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ പുഡിങ്ങിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടിയത് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ കോമ്പൗണ്ടാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറി മിൽക്ക് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടും പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അതിലോട്ട് ഇതിൽ നിന്ന് 2 സ്പൂണോളം എടുത്ത് ഇങ്ങനെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചൂടോടെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചോക്ലേറ്റ് മെൽറ്റായി കിട്ടും. ഇനി ഇതൊന്ന് മാറ്റി വെക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള പുഡിംഗ് മിക്സ് എടുത്ത് 2 ബൗളിലോട്ടായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈക്വലായിട്ട് വേണം 2 ബൗളിലോട്ടായിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ബൗളിൽ ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് അതിലോട്ട് ചോക്ലേറ്റിൻ്റെ മിക്സ് ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ബൗളിൽ കുറച്ച് കൊടുക്കാം. അപ്പോൾ ഇത് 2 ബൗളിലോട്ടും ഞാൻ ഇവിടെ പുഡിംഗ് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ ബൗളിലോട്ട് കുറച്ചുള്ള ആ ബൗളിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റിൻ്റെ ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതൊക്കെ ചെറുചൂടോട് കൂടിയാണ് ചെയ്യുന്നത്, ഒട്ടും തന്നെ തണുത്തിട്ടില്ല. അപ്പോൾ എന്നാലാണ് നമുക്ക് കറക്റ്റിൽ എല്ലായിടവും ഈ ചോക്ലേറ്റ് ആയാലും എല്ലാം മിക്സായി കിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാൻ വേണ്ടിയിട്ട് ഒരു പുഡിംഗ് ട്രേയോ അല്ലെങ്കിൽ ഇതേപോലുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക. അതിലോട്ട് നമുക്ക് 1 സ്പൂണ് ചോക്ലേറ്റിൻ്റെ പുഡിങ്ങിൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം അതിലോട്ട് സാധാ വെള്ള പുഡിങ്ങിൻ്റെ മിക്സും കൂടി ഒഴിച്ച് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് ഓരോന്നോരോന്നായി മാറി മാറി ഇതേപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. വേറെ ഒന്നും ചെയ്യേണ്ട, ഇതേപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി. അത് തന്നെ താനെ പരന്നങ്ങ് വന്നോളൂ. അങ്ങനെ ഞാനിവിടെ മുഴുവനായിട്ട് തന്നെ ഇതേപോലെ ഒന്ന് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഈർക്കിലോ വെച്ച് ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇതേപോലുള്ളൊരു മാർബിളിൻ്റെ ഒരു ഡിസൈൻ കിട്ടും. അപ്പോൾ ഇതാ നമ്മളെ മാർബിൾ പുഡിങ് ഇവിടെ ഡിസൈനൊക്കെ കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 2 മണിക്കൂറോളം, ജസ്റ്റ് 2 മണിക്കൂറോളമെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക. ഓവർനൈറ്റ് വെക്കലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിവിടെ 2 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ മോള് ഭയങ്കരമായിട്ട് തിരക്കാക്കിയത് കാരണം പെട്ടെന്ന് എടുത്തതാണ്. അപ്പോൾ ഞാനിത് ഇതിവിടെ കട്ട് ചെയ്യുന്നുണ്ട്. 2 മണിക്കൂറായിട്ടും സെറ്റായിട്ടുണ്ട്. എന്നാലും നമ്മൾ ഓവർനൈറ്റൊക്കെ വെക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ നല്ലവണ്ണം തന്നെ ഒന്ന് സെറ്റാവുകയും ചെയ്യും. അപ്പോൾ ഇതാ നമ്മളെ മാർബിൾ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഒരു പുഡിംഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റുമാണ്, അതേപോലെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗാണ്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ കുറേ പുഡിംഗ് റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാം കേട്ടോ. ഞാനതിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. അപ്പോൾ ഈ പുഡിംഗ് ഈസി അല്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തോട് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാൻ ഇതേപോലുള്ള എളുപ്പത്തിലുള്ള റെസിപ്പീസുമായിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക് യു.